ഹായ് ഫ്രണ്ട്സ്, ഒരു ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്കാംസ് നമ്മൾ UAE നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അത് ചെയ്യാനുണ്ടായ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അവനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് ഇതുപോലെ വിസിറ്റ് വിസയിൽ വന്നാണ് കേട്ടോ, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ഇതുപോലൊരു മെയിലാണ് വന്നിട്ടുണ്ടായിരുന്നു. മെയിലിൽ അവർ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ ക്യാഷ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചെറിയ എമൗണ്ടേ ഉള്ളൂ, 150 200 ഞാൻ കൊടുക്കട്ടെ എന്ന് അവനോട് ചോദിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളോടും അവനോടും എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാരണം, ജെന്യൂൻ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണെങ്കിൽ നോർമലി കോളാണ് അവർ ചെയ്യാറ്. ഇനി മെയിലാണ് അവർ അയക്കുന്നതെങ്കിൽ പോലും അതിൽ കമ്പനി ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, ആ കമ്പനി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമ്പനിയാണോ, അല്ലെങ്കിൽ ആ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. എനിക്കറിയാം, അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഇൻ്റർവ്യൂ വന്നിട്ട് നമുക്കൊന്നും ജോബൊന്നും കിട്ടാണ്ട് നമ്മൾ ആകെ ഫെഡപ്പായിരിക്കുന്ന ടൈമിലായിരിക്കാം നമുക്ക് മെയിലുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. ചെറിയ എമൗണ്ട് അല്ലേ എന്ന് വെച്ച് പേ ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇത്ര എമൗണ്ട് അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊടുക്കാൻ തയ്യാറുമായിരിക്കാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺസൾട്ടൻസി ആണെങ്കിൽ പോലും അതൊരു ലൈസൻസ്ഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു വിഷയമാണത്. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കാം. കൺസൾട്ടൻസി ആകുമ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് കൊടുക്കണം, അവർ നമുക്ക് ജോലിയാക്കി തരുന്നതാണല്ലോ. ഇനി ജെന്യൂൻ ഒരുപാട് കൺസൾട്ടൻസീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആഫ്റ്റർ വിസ, ആഫ്റ്റർ ബയോമെട്രി നമുക്ക് പേയ്മെൻറ്റ്, അവർ ചോദിക്കുന്ന പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. വിസ കിട്ടിക്കഴിഞ്ഞാലും ബയോമെട്രി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആ ജോബ് ഉറപ്പായല്ലോ. പിന്നെ നമുക്ക് സാലറി വരുമ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ വേറൊരു സ്കാമിലും ചെന്ന് പെടരുത്. അപ്പോൾ ഞാൻ വന്ന ടൈമിൽ ഇതുപോലെ ഒരുപാട് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു.